വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ മലയാളിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. രോഗിയായ ആശുപത്രിയിൽ കഴിയുന്ന ആ പിതാവിനെ നമ്മൾ ഓർക്കുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ റോമിലെ ജെമല്ലി ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലാണ്, ന്യൂമോണിയ ബാധിച്ച്. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിലൂടെ ലോകത്തിന് ലഭിച്ചിട്ടുള്ള വലിയ നന്മകളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് നോയമ്പ് കാലത്തിന് വേണ്ടി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒരു സന്ദേശമാണ്. അപരർക്ക് വേണ്ടി നന്മ വിതയ്ക്കുക എന്ന സന്ദേശമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ആദ്യ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലീഹായുടേതാണ് എന്ന് നമുക്കറിയാമല്ലോ. 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള ആ വചനത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ സന്ദേശം നൽകിയിരിക്കുന്നത്. ഞാൻ ആ വചനം ഒരിക്കൽ കൂടി ഒരുപക്ഷെ ആദ്യം ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും നമുക്ക് നന്മ ചെയ്യാം. ഈ വചനം പൗലോസ്ലീഹായുടേതാണ്, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളതാണ്. അതിനെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ തൻ്റെ ചിന്തകൾ മുന്നോട്ട് കൊണ്ടുപോയത്. നന്മ വിതയ്ക്കുന്നതിനെക്കുറിച്ച്, എന്താണ് വിതയ്ക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ലക്ഷ്യം എന്നീ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്ക് അതിൻ്റെ തുടർച്ച പരിശുദ്ധ പിതാവ് പറഞ്ഞത് തന്നെ പൂർണ്ണതയിൽ കേൾക്കുന്നത് അനുഗ്രഹപ്രദമാണല്ലോ. രണ്ടാമതായി പറഞ്ഞ ഒരു പോയിൻ്റ് ആ വചനത്തിലെ തന്നെയാണ്. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന്. നന്മ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ നമുക്ക് മടുപ്പ് തോന്നരുത് എന്ന ആശയമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമ്മുടെ ഈ കാല ജീവിതത്തിൽ രക്ഷയുടെ വിത്ത് പാകിക്കൊണ്ട് ഭൗമികമായ പ്രത്യാശകളെ നിത്യജീവനിലുള്ള മഹാപ്രത്യാശയാൽ സജീവമാക്കണം എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ക്രിസ്തുവിൻ്റെ ആ ഉത്ഥാനം അതാണ് നമുക്ക് എല്ലാ തരത്തിലും പ്രത്യാശ നൽകുന്ന കാര്യം. കാല ജീവിതത്തിൽ രക്ഷയുടെ വിത്ത് പാകിക്കൊണ്ട് നമ്മൾ രക്ഷയുടെ വിത്ത് പാകുകയാണ്. ഭൗമിക പ്രത്യാശകളെ നിത്യജീവനിലുള്ള മഹാപ്രത്യാശയിൽ സജീവമാക്കണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിക ലേഖനമുണ്ട്. പ്രത്യാശയിൽ രക്ഷ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ 3-ാമത്തെ നമ്പറിൽ പറഞ്ഞു വച്ചിട്ടുള്ള ആശയമാണ് ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് വേണ്ടി ചിന്തയ്ക്ക് വിധേയമാക്കുന്നത്. പൊട്ടിച്ചിതറിയ സ്വപ്നങ്ങൾ, അത് സൃഷ്ടിക്കുന്ന നിരാശകൾ, നേരിടാനിരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ആകുലതകൾ, നമ്മുടെ വിഭവങ്ങളുടെ പരിമിതികളെക്കുറിച്ചുള്ള സങ്കടങ്ങൾ എല്ലാം നമ്മിൽ തന്നെ കേന്ദ്രീകൃതരാക്കുവാനും മറ്റുള്ളവരുടെ സഹനങ്ങളോട് നിസ്സംഗരാകാനും പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. എന്തൊക്കെയാണ്? നമ്മുടെ സ്വപ്നങ്ങൾ പൊട്ടിച്ചിതറിപ്പോകുന്നു. അതിൻ്റെ ഫലമായി നമുക്കുണ്ടാകുന്ന നിരാശകളുണ്ട്, നമുക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുണ്ട്, ആകുലതകളുണ്ട്, നമ്മുടെ വിഭവങ്ങളുടെ, നമുക്കുള്ള സമ്പത്തിൻ്റെ പരിമിതിയുണ്ട്, സങ്കടങ്ങളുണ്ട്. എല്ലാം അത് നമ്മിലേക്ക് തന്നെ കേന്ദ്രീകൃതമാണ്, നമ്മിലേക്ക് തന്നെ തിരിയാനാണ് അത് പ്രേരിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവരുടെ സഹനങ്ങളോട് നമ്മൾ നിസ്സംഗരാകുന്നു. അതും അപകടകരമാണ്. നമ്മുടെ എത്ര ശക്തമായ വിഭവങ്ങൾക്കും
പരിമിതി ഉണ്ടെന്നതാണ് പരമാർത്ഥം. നമുക്കറിയാം, ഈ ലോക കാര്യങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. ഏശയ്യാ പ്രവാചകൻ പറയുന്നതാണ്. 40-ാം അധ്യായം 30-ാം തിരുവചനം. യുദ്ധങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട്. എന്നാൽ ദൈവം തളർന്നവന് ബലം നൽകുന്നു. ഇതാണ് ഐസിയ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യുവാക്കൾക്ക് പോലും തളർച്ചയും നിരാശയും ഉണ്ടാകാം. ജീവിതത്തിൽ ഇത് എല്ലാ ആളുകൾക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് അവനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 29-31 തിരുവചനങ്ങളാണ് ഇത് നമ്മോട് പറയുന്നത്. കർത്താവിൽ വിശ്വാസവും പ്രത്യാശയും അർപ്പിക്കുവാനാണ് പത്രോസ് ലീഹ നമ്മോട് പറയുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം 21 നമ്മളത് വായിക്കും. കർത്താവിൽ വിശ്വാസവും പ്രത്യാശയും അർപ്പിക്കുക. നോയമ്പുകാലം ഇതാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ കൊല്ലത്തെ നോയമ്പിന് അതിന് വലിയ പ്രസക്തിയും കൂടിയുണ്ട്. മഹാജൂബിലി വർഷമാണ് 2025. ഈശോയുടെ പിറവിയുടെ 2025-ാം ആണ്ടാണ്. മാർപ്പാപ്പ നൽകിയിരിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ന്റെ പശ്ചാത്തലത്തിലാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെല്ലാം സംഭവിച്ചാലും നിരാശരാക്കാതെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് പ്രത്യാശയാണ്, കർത്താവിലുള്ള പ്രത്യാശയാണ് എന്നത് നമ്മൾ ഓർക്കാം. അതിൻ്റെ കാരണം എന്താണ്? ക്രിസ്തുവിൽ കണ്ണുകൾ ഉറപ്പിക്കുവാനായാൽ മാത്രമാണ്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് 12:2. അപ്പസ്തോലൻ പറയുന്നത് പോലെ നമുക്ക് നന്മ ചെയ്യാൻ മടുപ്പ് തോന്നാതിരിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിൽ കണ്ണുകൾ ഉറപ്പിക്കുക. ക്രിസ്തുവിൻ്റെ വേദനയിൽ, കുരിശിൽ, അവൻ്റെ ഉത്ഥാനത്തിൽ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുന്നതാണ്. ക്രൂശ് മരണവും ഉത്ഥാനവും. അതിൽ കണ്ണുകൾ ഉറപ്പിക്കുന്നവന് മാത്രമാണ് മടുപ്പ് തോന്നാതെ നന്മ ചെയ്യാൻ കഴിയുന്നത്. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയാനും പതിപ്പിക്കാനുമുള്ള സമയമാകട്ടെ നോയമ്പുകാലം. അടുത്തൊരു പോയിന്റ്, നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ മടുക്കാതിരിക്കാം. മാർപ്പാപ്പ പറയുകയാണ്, പ്രാർത്ഥനയുടെ സമയമാണ് നോയമ്പുകാലം. കൂടുതലായ പ്രാർത്ഥനയുടെ അതിൻ്റെ 3 പരമ്പരാഗത ഘടകങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുവാനാണ് അവിടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. നാം പ്രാർത്ഥിച്ചേ മതിയാവൂ. കാരണം നമുക്ക് ദൈവത്തെ കൂടിയേ തീരൂ. നമുക്ക് നമ്മെ അല്ലാതെ വേറെ ആരെയും ആവശ്യമില്ലെന്ന ചിന്ത അപകടകരമായ ഒരു വിഭ്രാന്തിയാണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളോട് പറയുന്നു. നമുക്കറിയാം, മഹാമാരിയുടെ കാലത്തൊക്കെ ഉണ്ടായ വലിയ വേദനകളും നിരാശയും ഒക്കെ ഓർക്കുക. നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ ബലഹീനത ഉയർത്തി കാണിച്ചു എങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ആ മഹാമാരിയുടെ കാലം 3 കൊല്ലം മുമ്പാണല്ലോ. ഈ വലിയ നോയമ്പ് നമുക്ക് പിടിച്ചു നിൽക്കാൻ അനിവാര്യമായ ദൈവത്തിലുള്ള വിശ്വാസം പകരുന്ന സ്വാന്തനം അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിക്കുകയാണ്. വാക്കുകൾ ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 9-മായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ദുരന്തപൂർണമായ ഒരു ജീവിത അവസ്ഥയിലാണ് ഈ വാക്കുകളെല്ലാം വരുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ആരും ഒറ്റയ്ക്ക് രക്ഷ നേടുന്നില്ല. നമുക്ക് ആർക്കും ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം ചരിത്രത്തിൻ്റെ കൊടുങ്കാറ്റിലൂടെ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്നവരാണ് നാം എല്ലാവരും എന്ന കാര്യം നാം മറക്കരുത്. നാം എല്ലാം
ഒരു കാറ്റിലും കോളിലും പെട്ട ഒരു വഞ്ചിയിലൂടെയാണ് യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ട് ദൈവത്തെ കൂടാതെ ആരും രക്ഷ കൈവരിക്കില്ല. ഇതാണ് ഉറപ്പായ കാര്യം. മരണത്തിൻ്റെ കറുത്ത ജലത്തിനുമേൽ വിജയം നേടുന്നത് ഈശോ മിശിഹായുടെ പെസഹ രഹസ്യം മാത്രമാണ്. അവിടുത്തെ പീഡാനുഭവവും മരണവും ഉത്ഥാനവുമാണ്, അവിടുത്തെ ക്രൂശാരോഹണവുമാണ്. അതിലാണ് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും നിന്ന് വിശ്വാസം നമ്മെ ഒഴിവാക്കുന്നില്ല. വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ വരില്ല. ഇതുണ്ട്. ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. ഈ വേദനയും ദുരന്തവും യഥാർത്ഥ സത്യം. അത് ഞാൻ ഓരോ ദിവസവും കൂടുതൽ മനസ്സിലാക്കുകയാണ്. അതിനെ നമ്മൾ നേരിടാൻ അതിജീവിക്കാൻ സാധിക്കുന്നത് ഈ വലിയ പ്രത്യാശ ദൈവത്തിലുള്ളതാണ് എന്നതാണ് സത്യം. അതാണ് നമ്മൾ ചെയ്യുന്ന വിശ്വാസം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ശക്തി. ഒരിക്കലും നിരാശപ്പെടുത്താത്ത പ്രത്യാശയായ, അതാണ് ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. റോമ 5:5 റോമ അധ്യായം 5 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം, ധ്യാനിക്കണം. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഉറപ്പായ ഈശോയിലുള്ള വിശ്വാസത്തോടെ അവയെ നേരിടുവാൻ നമ്മെ സഹായിക്കുന്നു. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണത്. ഒരിക്കലും നിരാശപ്പെടുത്താത്ത പ്രത്യാശ. അത് നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന സ്നേഹത്തിലാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിഞ്ഞിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതി അത് ഈശോയിലുള്ള വിശ്വാസത്തോടെയാണ് നമ്മൾ അവയെ എല്ലാം നേരിടുന്നത്. അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ ഒരു പോയിൻ്റ് മാർപ്പാപ്പ തുടർന്ന് നമ്മോട് പറഞ്ഞത്. മറ്റൊരാശയം വീണ്ടും മാർപ്പാപ്പ നമുക്ക് നൽകുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിൽ നമുക്ക് മടുക്കാതിരിക്കാം. തിന്മയുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ബലഹീനതയുണ്ട്, പാപമുണ്ട്, അടിക്കടി നമ്മൾ അടിമപ്പെടുന്നവരാണ്. ഇവിടെ മാർപ്പാപ്പ പറയുകയാണ്, ജീവിതങ്ങളിൽ നിന്ന് തിന്മയെ ഉന്മൂലനം ചെയ്യുന്നതിൽ മടുക്കാതിരിക്കാം. നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും അവയെ അതിജീവിക്കാൻ പരിശ്രമിക്കാം. വലിയ നോയമ്പ് ആവശ്യപ്പെടുന്ന ശാരീരിക പരിത്യാഗങ്ങൾ പാപത്തോടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് മാർപ്പാപ്പ ആശംസിക്കുകയാണ്. നമ്മുടെ ശാരീരിക ഒത്തിരി പരിത്യാഗങ്ങളും പ്രാർത്ഥനകളും നമ്മൾ നിർവഹിക്കുന്നുണ്ടല്ലോ. പാപത്തോടുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ അത് ഇടയാകട്ടെ. അവ ഒരിക്കലും ക്ഷമിച്ച്, നമ്മൾ ഓർക്കണം, ദൈവം ഒരിക്കലും ക്ഷമിച്ച് മടുക്കുന്നില്ല. നമുക്ക് ആശ്വാസം തരുന്ന ഒരു വാക്കാണിത്. മടുക്കുന്നത് നമ്മളാണ്, ദൈവം ഒരിക്കലും മടുക്കുന്നില്ല. ഈ തിരിച്ചറിവോടെ അനുതാപത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കൂദാശയുടെ സ്വീകരണത്തിലൂടെ ക്ഷമ ചോദിക്കുന്നതിൽ നമുക്ക് മടുക്കാതിരിക്കാം. കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നു. അവിടുത്തെ ഒരിക്കലും മടുക്കുക, എത്ര പ്രാവശ്യം അവിടുത്തെ പക്കൽ ചെന്നാലും അവിടുന്ന് നമ്മോട് ക്ഷമിക്കുന്നു. നമ്മോടും പറഞ്ഞിട്ടുണ്ട് 70 പ്രാവശ്യം ക്ഷമിക്കണം എപ്പോഴും. അപ്പം നമ്മുടെ പാപങ്ങൾ കർത്താവിൽ നിന്ന് നമുക്ക് മോചനം നേടാം. എന്നിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിലും നമുക്ക് ശക്തി നേടാം. സ്വാർത്ഥതയിലേക്കും എല്ലാത്തരം തിന്മകളിലേക്കും നയിക്കുകയും ചരിത്രഗതിയിൽ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ നാം പാപത്തിലേക്ക് വശീകരിക്കുകയും ചെയ്യുന്ന ബലഹീനതയായ വിഷയാസക്തിക്കെതിരെ പോരാടുന്നതിൽ നമുക്ക് മടുക്കാതിരിക്കാം എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. നാം സോദരരെന്ന ചാക്രിയ ലേഖനത്തിലും മാർപ്പാപ്പ ഇതേ ആശയം നമ്മോട് പറയുന്നുണ്ട്. നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള വിഷയാസക്തികൾക്ക് അടിമപ്പെട്ടവരാണ്. പക്ഷേ നമ്മളതിനെ മടുക്കാതെ അതിൽ നിന്ന് മുക്തി നേടാൻ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷനാണ് സോഷ്യൽ മീഡിയ. മാർപ്പാപ്പ നോയമ്പ് കാലത്ത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് നമ്മോട് പറയുകയാണ്. മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന ഒരു അഡിക്ഷനാണ് സോഷ്യൽ മീഡിയ. ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളെ എതിർക്കുന്നതിനും സത്യസന്ധമായ കണ്ടുമുട്ടലുകളാലും
മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധങ്ങളാലും മുഖത്തോട് മുഖവും വ്യക്തികൾ തമ്മിലുള്ളതുമായ മാനുഷിക ആശയവിനിമയത്തിൻ്റെ ഏറ്റവും സമഗ്രമായ രൂപങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വലിയ നോയമ്പ് കാലം അനുയോജ്യമായ സമയമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട സമയമാണ് നോയമ്പ് കാലം. നമ്മളെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ആസക്തികളിൽ മുഴുകാനുള്ള പരിശ്രമത്തിൽ നിന്ന് മുക്തി നേടാനും മനുഷ്യർ തമ്മിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അത് വളർത്തിയെടുക്കാനും പരിപോഷിപ്പിക്കാനും പറ്റിയ സമയമായി നോയമ്പ് കാലത്തെ കാണണം. നമുക്ക് ഒരു ഉപവാസം പ്രഖ്യാപിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കഴിയുന്നിടത്തോളം ചുരുക്കാൻ ഒരു സത്യാനന്തര ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സത്യമല്ലല്ലോ അല്ല അവതരിപ്പിക്കുന്നത്. മോഹിപ്പിക്കുന്ന കാര്യങ്ങളും അസത്യങ്ങളും വ്യാജ സത്യങ്ങളും പകുതി സത്യങ്ങളും ഒക്കെയായുള്ള അവതരണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ മിക്കവാറും നടക്കുക. എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല. അതിനോടുള്ള ഒരു നിയന്ത്രണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നോയമ്പ് കാലത്ത്. അത് നമുക്ക് അനുഗ്രഹപ്രദമാകും എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് പറ്റിയ സമയമാണിത്, അനുയോജ്യമായ സമയമാണിത്, രക്ഷാകരമായ സമയമാണ്. സഹോദരനോടുള്ള യഥാർത്ഥ സ്നേഹത്താലുള്ള നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുക്കാതിരിക്കാം. മാർപ്പാപ്പ പറയുകയാണ് നമ്മൾ മടുക്കാതിരിക്കേണ്ട ചില കാര്യങ്ങൾ. അതിലെ മറ്റൊന്നാണ് സഹോദരനോടുള്ള യഥാർത്ഥ സ്നേഹത്താലുള്ള നന്മ ചെയ്യൽ. അതിൽ നമുക്ക് മടുപ്പ് ഉണ്ടാകാതിരിക്കട്ടെ. നോയമ്പ് കാലത്ത് നമുക്ക് ആനന്ദത്തോടെ ദാനധർമ്മങ്ങൾ നടത്താം എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 7 നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സഹോദരങ്ങൾക്ക് ആത്മാർത്ഥമായി ധർമ്മദാനം ചെയ്യുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഓർക്കാം. വിതക്കാരന് വിത്തും ഭക്ഷിക്കുവാൻ അപ്പവും തരുന്നത് ദൈവമാണ് എന്ന് നമ്മൾ ഓർക്കണം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വിതക്കാരന് വിത്തും അത് നൽകുന്നത് ആരാണ്? ദൈവം. അതുപോലെ തന്നെ ഭക്ഷിക്കുവാൻ അപ്പം നൽകുന്നതും ദൈവമാണ്. നമുക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണം തരിക മാത്രമല്ല, മറ്റുള്ളവരോട് ഔദാര്യം കാണിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഒരു കൃപയില്ലാതെ നമുക്ക് ഔദാര്യമുള്ളവരായി തീരാൻ സാധിക്കില്ല. മറ്റുള്ളവർക്ക് ഔദാര്യം കൊടുക്കാൻ സാധിക്കില്ല. നന്മ വിതയ്ക്കുവാൻ നമുക്ക് ഒരു ജീവിതം മുഴുവൻ ഉണ്ടെന്നത് ശരിയാണ്. ജീവിതകാലം മുഴുവനും നന്മ ചെയ്യാനുള്ളതാണ്. എന്നാൽ അത് വളരെ ഊർജ്ജസ്വലതയോടെ നിർവഹിക്കാനുള്ള സമയമാണ് ഈ നോയമ്പ് കാലം. നമ്മോട് അടുപ്പമുള്ളവരെ കരുതുന്നതിനും ജീവിത വീതിയിൽ മുറിവേറ്റ് കിടക്കുന്ന നമ്മുടെ സഹോദരന്മാരെ കണ്ടെത്തി സഹായിക്കുന്നതിനുമുള്ള പ്രത്യേക അവസരമാണ് നോയമ്പ് കാലം. നോയമ്പ് കാലത്തിലാണ് നമ്മുടെ ഔദാര്യം ഏറ്റവും കൂടുതൽ പുറത്തു വരേണ്ടത് എന്ന കാര്യവും നമുക്ക് ഓർക്കാം. ഈ നോയമ്പ് കാലം അതിന് നന്നായി പ്രയോജനപ്പെടുത്തണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദരിദ്രരെ തേടിപ്പോകുന്നതിന് അവരെ ഒഴിവാക്കരുത്. ആർദ്രതയോടെ കേൾക്കപ്പെടാനും സ്വാന്തനിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അവരെ ഒഴിവാക്കരുത്. ഏകാന്തത അനുഭവിക്കുന്നവരെ സന്ദർശിക്കുന്നതിന് അവരെ ഉപേക്ഷിക്കരുത്. മാർപ്പാപ്പ പറയുകയാണ്, അവനൊക്കെയുള്ള നല്ല കാലമാണ് വലിയ നോയമ്പ് എന്ന് ഓർക്കാം. നമ്മുടെ മുമ്പിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, തിരഞ്ഞെടുപ്പുകളുണ്ട്, നമുക്ക് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. ദരിദ്രരെയും പാപങ്ങളെയും തിരസ്കൃതരെയും പരിത്യക്തരെയും വിവേചനം അനുഭവിക്കുന്നവരെയും ഭ്രാന്തവൽക്കരിക്കപ്പെട്ടവരെയും സ്നേഹിക്കുന്നതിന് സമയം കണ്ടെത്തുന്നതിനുള്ള നമ്മുടെ വിളി നമുക്ക് പ്രാവർത്തികമാക്കാമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് നാം സോദരർ എന്ന ചാക്രിക ലേഖനത്തിൽ മാർപ്പാപ്പ വളരെ ശക്തമായും ഉത്ബോധിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ലോകത്തിന് ഉള്ള വലിയ ഒരു സുവിശേഷമാണ് ആ രേഖയിലൂടെ പരിശുദ്ധ പിതാവ് നടത്തിയിട്ടുള്ളത്. മറ്റൊരു പോയിന്റ് കൂടി മാർപ്പാപ്പ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. നമുക്ക് പ്രയാസം തോന്നി നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് വിളവ് കിട്ടില്ല.
കൊയ്ത്ത് നടക്കില്ല, വിളവെടുക്കാമെന്ന് പറയുകയാണ്. ആ വാക്കിനെ ആസ്പദമാക്കി മാർപ്പാപ്പ പറയുകയാണ്, ഓരോ വർഷത്തെയും വലിയ നോയമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നന്മയും അതോടൊപ്പം സ്നേഹവും നീതിയും ഐക്യദാർഢ്യവും എന്നേക്കുമായി കൈവരുന്നില്ല എന്ന കാര്യമാണ്. അവ ഓരോ ദിവസവും യാഥാർത്ഥ്യമാക്കപ്പെടേണ്ടതാണ്. ഈ ലോകത്ത് അനീതിയുണ്ട്, വിഭാഗ്യതയുണ്ട്, നമുക്കറിയാം. അതെല്ലാം ഓരോ ദിവസവും നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. സഹോദരർ എന്ന ലേഖനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. കർഷകനുള്ള ശാന്തമായ കാത്തിരിപ്പിൻ്റെ കൃപയും നന്മ ചെയ്യുന്നതിൽ സ്ഥിരതയും ദൈവം നമുക്ക് തരട്ടെ എന്ന് മാർപ്പാപ്പ പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 7-ാം തിരുവചനം. ഒരിക്കലൊരു ചുവട് വീതം വെച്ച് നാം വീണുപോയാൽ നമുക്ക് ദൈവപിതാവിലേക്ക് കരങ്ങൾ നീട്ടാം, അവിടുന്ന് എപ്പോഴും നമ്മെ പിടിച്ചുയർത്തും എന്ന കാര്യമാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. നമുക്ക് വഴി പിഴച്ചാൽ, ദുഷ്ടൻ്റെ വശീകരണത്തിൽപ്പെട്ട അബദ്ധത്തിലായാൽ ക്ഷമിക്കുന്നതിൽ ഉദാരനായ, ഈശോ ദൈവത്തെപ്പറ്റി പറയുന്നൊരു വാക്കാണ്, യെശയ്യാ പറഞ്ഞതാണ് 55:7, ക്ഷമിക്കുന്നതിൽ ഉദാരൻ. ദൈവത്തിലേക്ക് മടങ്ങുവാൻ സംശയിക്കാതിരിക്കാം. സംശയമില്ലാതെ ദൈവത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. മാനസാന്തരത്തിനായുള്ള ഈ കാലത്ത്, ഇത് മാനസാന്തരത്തിൻ്റെ കാലമാണ്, നോയമ്പ് കാലം. ദൈവത്തിൻ്റെ കൃപയാലും സഭയുടെ കൂട്ടായ്മയാലും ബലപ്പെടുത്തപ്പെട്ട് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മണ്ണ് ഉപവാസത്തിലൂടെ ഒരുക്കപ്പെടുന്നു, പ്രാർത്ഥനയാൽ ജലസേചിതമാകുന്നു, സ്നേഹത്താൽ സമ്പന്നമാക്കപ്പെടുന്നു. നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം എന്ന് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടത് പിടിച്ചു നിൽക്കുന്നതിലൂടെ നമുക്ക് നേടാനാവും. ഇതെല്ലാം ബൈബിളാണ്. 1 തിമോത്തിക്ക് എഴുതിയ 4-ാം അധ്യായം 16, എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 36. എല്ലാവരോടും സഹോദര സ്നേഹത്താൽ വളരുന്നതിലൂടെ നമുക്കായി ജീവൻ അർപ്പിച്ച ക്രിസ്തുവിനോട് നാം ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. എല്ലാവരോടും സഹോദര സ്നേഹത്തിൽ വളരുന്നത് വഴി ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെയാണിത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 28. സ്വർഗരാജ്യത്തിൻ്റെ ആനന്ദത്തിൻ്റെ മുന്നാസ്വാദനം അനുഭവിക്കാനും അങ്ങനെ നമുക്ക് സാധിക്കും. മാർപ്പാപ്പയുടെ ഈ നോയമ്പുകാല ചിന്ത നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് വഴികാട്ടിയാകണം, നമുക്ക് ശക്തിയാകണം, നമുക്ക് വലിയ ഉപദേശമാകണം. അവരവർക്ക് നന്മ വിതയ്ക്കാൻ, അത് വീണ്ടും നമുക്ക് ഫലമായി തീരാൻ, കൊയ്ത്തായി തീരാൻ, നല്ല ഫലങ്ങൾ 100 മേനി ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഞാൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി, മാർപ്പാപ്പയുടെ സന്ദേശവുമായി നമുക്ക് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.